വർഷം 2018 ജൂലൈ 1. പതിവ് പോലെ തന്നെ നടക്കാനിറങ്ങിയതായിരുന്നു ഗുരുചരൺ സിംഗ്. പോകുന്ന വഴിക്ക് തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൂടി കയറാമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ആ വീടിന്റെ വാതിൽ മുട്ടിയിട്ട് ആരും തന്നെ തുറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അതിനുള്ളിലേക്ക് കയറി ചെന്നു. പക്ഷേ അവിടെ അദ്ദേഹം കണ്ട കാഴ്ച അയാളെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇതിൽ സന്തോഷപൂർവ്വം താമസിച്ചു വരികയായിരുന്നു ഭാട്ടിയ ഫാമിലി. അതിലെ ഇളയ മകനായ ലലിത് ഭാട്ടിയയ്ക്ക് ഒരു ആക്സിഡന്റ് മൂലം സൗണ്ട് നഷ്ടപ്പെടുന്നു. അദ്ദേഹം ഒരിക്കലും സംസാരിക്കില്ല എന്ന് ഡോക്ടർ എഴുതി തള്ളി. പക്ഷേ ഒരു ദിവസം അദ്ദേഹം സംസാരിച്ചു. വീട്ടുകാരെ ഞെട്ടിച്ചത് അദ്ദേഹം സംസാരിച്ചതായിരുന്നില്ല, പക്ഷേ അദ്ദേഹം സംസാരിച്ചത് 11 വർഷം മരണപ്പെട്ട തന്റെ അച്ഛന്റെ സ്വരത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ്, എന്റെ ഉള്ളിൽ അച്ഛന്റെ ആത്മാവുണ്ട്, ഇനി ഈ കുടുംബത്തെ അച്ഛൻ നയിക്കും എന്നാണ്. ലളിത് തന്റെ അച്ഛന്റെ സ്വരത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ആ കുടുംബം അവനെ ചെറുതായി വിശ്വസിക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ലളിത് ഡയറി എഴുതുന്നത് ഒരു പതിവായി. തന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ആ ഡയറിയിൽ കുറിച്ച്. സാധാരണ ഡയറിയിൽ കഴിഞ്ഞ കാര്യമാണ് എഴുതിയിരുന്നത്, പക്ഷേ ലളിത് എഴുതിയത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് മുതൽ ആ ഫാമിലിക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഫാമിലി അവനെ കൂടുതൽ വിശ്വസിക്കുന്നു. ഒരു ദിവസം ലളിത് തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചുകൂട്ടി ഒരു കാര്യം പറയുന്നു. അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം, അതിന് നമുക്കൊരു പൂജ ചെയ്യണം എന്നായി. കൈയും കാലും ബന്ധിച്ച് ആൽമരത്തിലെ വള്ളികളെ പോലെ കഴുത്തിൽ കയർ കെട്ടി തൂങ്ങണം. എന്നിട്ട് ആ കയർ പതിയെ പതിയെ മുറുകി തുടങ്ങുമ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ നിറം നീലയാകും. അപ്പോൾ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരെയും രക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 7 ദിവസം അവർ ഓരോരോ പൂജകളായി ചെയ്തു വന്നു. എന്നിട്ട് 8ാം ദിവസം അവർ കഴുത്തിൽ കയർ കെട്ടി തൂങ്ങുന്നു. പക്ഷേ അവരുടെ കഴുത്തിലെ കയർ മുറുകി മുറുകി വരുമ്പോഴും ആ വെള്ളത്തിന്റെ നിറം മാറുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ അവർ മരണത്തിന് കീഴടങ്ങി. വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിലെ 11 പേരുടെ ജീവനാണ് പോയത്.